ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് CDS, ഈഥലിൻ ഓക്സൈഡ്, ഇഗ്ലായസ്, ഹെർമിസ് 900, ഇൻഷുറൻസ് ഷുവർട്ടി ബോണ്ട്സ്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CDSനെ കുറിച്ചാണ്. നമ്മൾ ഈ CDS അല്ലെങ്കിൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്ന പൊസിഷനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 10 അവരുടെ എഡിറ്റോറിയൽ പേജിനകത്ത് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ദ CDS ദാറ്റ് ഷുഡ് ബി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്ന പൊസിഷനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ബേസിക്കലി നമ്മുടെ ഇന്ത്യയിലുള്ള ഇന്ത്യൻ മിലിറ്ററിയിൽ വരുന്ന ഒരു ഹയസ്റ്റ് സിവിലിയൻ ആൻഡ് മിലിറ്ററി പോസ്റ്റാണ് ഈ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 ഡിഫൻസ് സർവീസസ് അല്ലെങ്കിൽ 3 മിലിറ്ററി സർവീസസിനും അതിൻ്റെതായിട്ടുള്ള 3 ചീഫുമാരായിരുന്നു പണ്ട് കാലം തൊട്ടേ ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്കറിയാം ഒരു മോഡേൺ ഡൈനാമിക് വാർഫെയർ ഒക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുറച്ചും കൂടി ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസും അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഈ 3 സർവീസസും വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് 1999 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അല്ലെങ്കിൽ 99 കാർഗിൽ വാർ നടക്കുന്ന സമയത്താണ്. ഈ ഒരു ഇൻ്റഗ്രേഷൻ്റെ ഒക്കെ ഇഷ്യൂസ് എത്രത്തോളം നമ്മുടെ മിലിറ്ററിയുടെ ഫൈറ്റിംഗ് എബിലിറ്റിനെ ബാധിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ 99 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ കാർഗിൽ യുദ്ധത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു കാർഗിൽ റിവ്യൂ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാർഗിൽ റിവ്യൂ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് 2001 നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സാണ് ആദ്യമായിട്ട് ഈ കാർഗിൽ റിവ്യൂ കമ്മിറ്റി റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ 2001 ഈ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്ന ഒരു പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം എന്ന് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, 2001 ഇത്തരത്തിൽ ആദ്യമായിട്ട് ഒരു റെക്കമെൻഡേഷൻ വരുന്നത്. പക്ഷേ അതിലും ഒരു 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് ആക്ച്വലി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. പിന്നീട് 2012 വന്നിട്ടുണ്ടായിരുന്ന ഒരു നരേഷ് ചന്ദ്ര കമ്മിറ്റി ഉണ്ട്. ആ നരേഷ് ചന്ദ്ര കമ്മിറ്റിയും ഒരു പെർമനൻ്റ് ആയിട്ടുള്ള, അതായത് ഈ പറയുന്ന കാർഗിൽ റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ടിനൊക്കെ ശേഷം നമ്മുടെ ഇന്ത്യയിൽ ഈ 3 സർവീസസിനും ഇടയിൽ ഉള്ള ഇൻ്റഗ്രേഷനൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർമിയുടെയും നേവിയുടെയും എയർഫോഴ്സിൻ്റെയും ചീഫുമാർ ഇരിക്കുന്ന ഒരു കമ്മിറ്റിയാണ്. അപ്പോൾ അതിനകത്ത് അവരിലെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആൾ അതിൻ്റെ ചെയർമാനായിട്ടിരിക്കും. പക്ഷേ ഈ ചെയർമാൻ എന്ന് പറയുന്നത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ചെയർമാൻ ആയിരുന്നില്ല, റൊട്ടേഷണൽ ബേസിസിലായിരുന്നു. അപ്പോൾ അതിന് പകരം ഈ ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിക്ക് ഒരു പെർമനന്റ് ചെയർമാനെ അപ്പോയിന്റ് ചെയ്യണമെന്നും ഈ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്ന പെർമനന്റ് ആയിട്ടുള്ള പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ഇടക്കാല പരിഹാരം എന്നുള്ള രീതിയിലാണ് ഈ ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിക്ക് ഒരു പെർമനന്റ് ചെയർമാൻ അപ്പോയിന്റ് ചെയ്യണം എന്ന് നരേഷ് ചന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു കാര്യത്തെക്കുറിച്ച്, അതായത് ഈ പറയുന്ന ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്ന പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ലഫ്റ്റനന്റ് ജനറൽ DB ഷേഖ്തക്കാറിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ DB ഷേഖത്കർ കമ്മിറ്റി റിപ്പോർട്ടിനകത്തും ഈ CDS എന്ന് പറയുന്ന പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 2019 കേന്ദ്ര ഗവൺമെൻറ് ഈ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനെ അല്ലെങ്കിൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്ന പുതിയൊരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ഇത് തീരുമാനമെടുക്കാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിക്കകത്തൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റീസ്ട്രക്ചറിങ് കൂടി ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻ്റഗ്രേറ്റഡ് തിയേറ്റർ കമാൻഡ്സ് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അപ്പോൾ ആ ശ്രമങ്ങളുടെയൊക്കെ ഒരു ഭാഗം കൂടിയായിട്ടാണ് ഈ CDS എന്ന് പറയുന്ന പൊസിഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ 2019 ഇത് ഫോം ചെയ്യുന്നത്, ഇത് ഈ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിലും ആദ്യമായിട്ടൊരു CDS അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് 2020 2020 ജനുവരി 1 നമ്മുടെ ഇന്ത്യയുടെ ഫസ്റ്റ് CDS ആയിട്ട് ജനറൽ ബിപിൻ റാവത്ത് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന CDSൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ CDS എന്ന് പറയുന്നത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്ന ആൾ പുതുതായിട്ട് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ കീഴിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സ്. ആ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സിൻ്റെ ഹെഡും കൂടിയാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള 3 ആംഡ് ഫോഴ്സസ് സർവീസസ്, അതായത് ആർമി, നേവി, എയർഫോഴ്സ്, ഈ 3 കാര്യങ്ങളും, ഈ 3 സർവീസസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഡിഫൻസ് മിനിസ്റ്ററുടെ ഒരു സിംഗിൾ പോയിന്റ് മിലിറ്ററി അഡ്വൈസറായിട്ട് പ്രവർത്തിക്കുന്നതും ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ 3 സർവീസസിൻ്റെയും ചീഫുമാർ, ആർമിയുടെയും നേവിയുടെയും എയർഫോഴ്സിൻ്റെയും ചീഫുമാർ ആ സർവീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫുമായിട്ട് കൺസൾട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സിൻ്റെ ഹെഡ് എന്നുള്ള രീതിയിൽ
ഈ ഇന്റർ സർവീസ് പ്രൊക്യൂർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസിഷൻസ്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹം തന്നെയായിരിക്കും ഈ പറയുന്ന ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയുടെ പെർമനൻ്റ് ആയിട്ടുള്ള ചെയർമാനും. ഇനി അത് കൂടാതെ ഈ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിൻ്റെ മറ്റൊരു ഫങ്ഷൻ എന്ന് പറയുന്നത് ഈ നിലവിലുള്ള മറ്റുള്ള 3 സർവീസസിലെയും, അതായത് ആർമിയുടെയും നേവിയുടെയും എയർഫോഴ്സിലെയും ചീഫുമാർക്ക് ഡയറക്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അതേസമയം ഇത്തരത്തിൽ ഡയറക്ഷൻസ് കൊടുക്കാൻ മാത്രമേ ഇദ്ദേഹത്തിന് അധികാരമുള്ളൂ. ഇദ്ദേഹത്തിന് ഒരു സർവീസസിൻ്റെ മുകളിൽ കമാൻഡിങ് പവർ ഇല്ല. ഓക്കെ, അതായത് ഈ പറയുന്ന ഡിഫൻസ് ഫോഴ്സസിൻ്റെ ഒന്നും മുകളിലുള്ള ഒരു കമാൻഡിങ് പവർ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനില്ല എന്ന് മനസ്സിലാക്കുക. ആ പെർട്ടിക്കുലർ സർവീസസിലുള്ള ആർമിയുടെ നേവിയുടെ എയർഫോഴ്സിൻ്റെയൊക്കെ ചെയർമാൻമാർക്ക് അല്ലെങ്കിൽ ചീഫുമാർക്ക് ഡയറക്ഷൻ കൊടുക്കാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു പൊസിഷനെ കുറിച്ച് പറയാറുള്ളത് ഇതൊരു ഫസ്റ്റ് അമംഗ് ദി ഈക്വൽസ് ആണെന്നാണ് പറയാറുള്ളത്. അതായത് മറ്റുള്ള ചീഫുമാരുടെ കൂട്ടത്തിലുള്ള ഏറ്റവും ഫസ്റ്റത്തെ ആൾ എന്നുള്ള രീതിയിലാണ് ഈ ഒരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സിൻ്റെ ഹെഡ് എന്നുള്ള രീതിയിൽ ഈ മിനിസ്ട്രി ഓഫ് ഡിഫൻസിനകത്ത് ഒരു സെക്രട്ടറി റാങ്കും കൂടി ഇദ്ദേഹത്തിനുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ നമ്മുടെ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിയിൽ ഒരു അഡ്വൈസറി റോളും ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഈഥലിൻ ഓക്സൈഡിനെ കുറിച്ചാണ്. സോ ഇപ്പോൾ ഈഥലിൻ ഓക്സൈഡിനെ കുറിച്ച് ഇതിന് മുമ്പ് നമ്മൾ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 13 ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അതായത് ടെസ്റ്റിംഗ് ഓഫ് ഈഥലിൻ ഓക്സൈഡ് റെസിഡ്യൂ ഇൻ ഓൾ സ്പൈസ് ഷിപ്മെന്റ് ടു സിംഗപ്പൂർ, ഹോങ്കോങ് മാൻഡേറ്ററി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ന്യൂസിലാൻഡും നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള സ്പൈസസ് ബ്രാൻഡിനകത്തുള്ള കണ്ടാമിനേഷനെ കുറിച്ച് കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്തയും അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈഥലിൻ ഓക്സൈഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈഥലിൻ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു ഫ്ലെയിമബിൾ ആയിട്ടുള്ള കളർലെസ് ആയിട്ടുള്ള ഗ്യാസ് ആണ് എന്ന് മനസ്സിലാക്കുക. സോ ഇത് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ഒരു ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ടും അതുപോലെ തന്നെ ഒരു ഫമിംഗൻ്റ് ആയിട്ടും സ്റ്റെറിലൈസിങ് ഏജൻ്റ് ആയിട്ടും ഇൻസെക്ടിസൈഡും ഒക്കെ ആയിട്ടാണ്. അത് പ്രധാനമായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുമെങ്കിലും ഇതിൻ്റെ ഒരു മേജർ അല്ലെങ്കിൽ പ്രൈമറി യൂസ് എന്ന് പറയുന്നത് മെഡിക്കൽ എക്യുപ്മെൻറ്റുകളുടെ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ടാണ്. അതുകൂടാതെ സ്പൈസസിലുള്ള മൈക്രോബിയൽ കണ്ടാമിനേഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈഥലിൻ ഓക്സൈഡ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈഥലിൻ ഓക്സൈഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സ്പൈസസിലൊക്കെ യൂസ് ചെയ്യുന്നത് കാരണം, സ്പൈസസ് നമുക്കറിയാം ഒരു ഫുഡ് ഐറ്റം ആണ് അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഈഥലിൻ ഓക്സൈഡിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു കാർസിനോജനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്യാൻസറിന് കാരണമാകുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസറിൻ്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് അല്ലെങ്കിൽ അവർ ഈ ഈഥലിൻ ഓക്സൈഡിനെ ഒരു ഗ്രൂപ്പ് 1 കാർസിനോജൻ ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിച്ച് ഇന്ത്യയിലും ഫുഡ് ഐറ്റംസിനകത്ത് ഈഥലിൻ ഓക്സൈഡ് ഉപയോഗിക്കുന്നതിന് വിലക്കുണ്ട് അല്ലെങ്കിൽ അത് ബാൻഡ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഇഗ്ല എസിനെ കുറിച്ചാണ്. സോ ഇപ്പോൾ ഇഗ്ല എസിനെ കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 12 ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട് ഈ ഷോൾഡർ ഫയർഡ് ആയിട്ടുള്ള ഇഗ്ല എസ് ഡിഫൻസ് സിസ്റ്റം പ്രൊക്യൂർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണിത്. സോ ഇപ്പോൾ ഇഗ്ല എസ് ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി, ഇതൊരു മാൻ പാഡ് ആണ് എന്ന് അറിഞ്ഞിരിക്കുക. മാൻ പാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റം എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അതായത് നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണാൻ പറ്റുന്നത് പോലെ തന്നെ ഈ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഷോൾഡറിൽ വെച്ച് ലോ ഫ്ലൈയിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഹെലികോപ്റ്ററുകൾ, അതുപോലെ തന്നെ ലോ ആൾട്ടിറ്റ്യൂഡിൽ ഫ്ലൈ ചെയ്യുന്ന എയർക്രാഫ്റ്റുകൾ, ഇതൊക്കെ ഷൂട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് മാൻ പാഡ്സ് അല്ലെങ്കിൽ മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിനെ VSHORAD എന്നും വിളിക്കാം, ഒരു വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം എന്നും വിളിക്കാം. കാരണം ഇത് ഇത്തരത്തിലുള്ള മാൻ പാഡുകളുടെ റേഞ്ച് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തിനകത്തുള്ള ഏറ്റവും ലോ ടയറിൽ വരുന്ന ഏറ്റവും കുറഞ്ഞ റേഞ്ച് വരുന്ന എയർ ഡിഫൻസ് സിസ്റ്റംസ് എന്ന് പറയുന്നത് നോർമലി മാൻ പാഡ്സ് ആണ്. അപ്പോൾ ഇതൊരു വെരി ഷോർട്ട് എയർ ഡിഫൻസ് സിസ്റ്റം കൂടിയാണെന്ന് മനസ്സിലാക്കി. ഇതിൻ്റെ റേഞ്ച് 6 കിലോമീറ്റർ ആണ്. സോവിയറ്റ് യൂണിയൻ ആണ് ഈ പറയുന്ന ഇഗ്ല എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ലേറ്റസ്റ്റ് വേരിയൻ്റ് ആണ് ഇഗ്ല എസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇഗ്ല എസിനെ കുറിച്ച് പറയാനുള്ളത്. സോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹെർമീസ് 900 എന്ന് പറയുന്ന ഡ്രോൺസിനെ കുറിച്ചാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഹിന്ദുവിൻ്റെ പേജ് 12 പറഞ്ഞിട്ടുള്ള സെയിം ആർട്ടിക്കിളിനകത്ത് തന്നെ ഈ ഹെർമീസ് 900 ഡ്രോണുകളെ കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ഡ്രോണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഹെർമീസ് 900 എന്ന് പറയുന്നത് ഇസ്രായേലി ബേസ്ഡ് കമ്പനി ആയിട്ടുള്ള എൽബിറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഇസ്രായേലിലെ ഒരു ഡിഫൻസ് മാനുഫാക്ചറിങ് കമ്പനി ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ അവർ ഡെവലപ്പ് ചെയ്ത് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു മെയിൽ UAV ആണ്. മെയിൽ UAV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. സോ ഇത്തരത്തിലുള്ള മെയിൽ UAV ആണ് ഈ ഹെർമീസ് 900 എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിൽ യൂസ് ചെയ്യപ്പെടുന്ന മിലിറ്ററി ഡ്രോണുകൾ ഏറ്റവും വൈഡ് സ്പ്രെഡ് ആയിട്ട് യൂസ് ചെയ്യപ്പെടുന്ന
മിലിറ്ററി ഡ്രോണുകളിൽ ഒന്നാണ് ഈ പറയുന്ന ഹെർമീസ് 900 എന്ന് പറയുന്നത്. ഇതേ എൽബിറ്റ് സിസ്റ്റം പണ്ട് കാലത്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹെർമീസ് 450 എന്ന് പറയുന്ന മറ്റൊരു ഡ്രോൺ ഉണ്ട്. അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് ഹെർമീസ് 900 എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൽബിറ്റ് സിസ്റ്റമായിട്ട് ഇന്ത്യയിലുള്ള അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് എന്ന് പറയുന്ന ഒരു കമ്പനി ഇടക്കാലത്ത് സൈൻ ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെന്റ് അനുസരിച്ച്, അല്ലെങ്കിൽ ഇന്ത്യയും ഇസ്രായേലും തമ്മിലൊരു എഗ്രിമെന്റ് അനുസരിച്ച് ഈ എൽബിറ്റ് സിസ്റ്റവും അദാനി ഗ്രൂപ്പും കൂടി ചേർന്നുകൊണ്ട് ഇന്ത്യയിൽ ഒരു ജോയിന്റ് വെഞ്ചർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഹൈദരാബാദ് ബേസ് ചെയ്തിട്ട്. അപ്പോൾ അവർ ഈ അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് എന്ന് പറയുന്ന ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ഡിഫൻസ് കമ്പനിയും ഈ ഹെർമീസ് ഡ്രോൺ ഇന്ത്യയിൽ വെച്ച് നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹെർമീസ് 900 എന്ന് പറയുന്ന ഡ്രോണ് ഇസ്രായേലിന് പുറത്ത് മാനുഫാക്ചർ ചെയ്യുന്ന ഒരേ ഒരു കമ്പനി ഈ അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനിയാണ്. അപ്പോൾ ഇന്ത്യയിൽ വെച്ച് നിർമ്മിക്കുന്ന ഹെർമീസ് 900 ഡ്രോൺസ് അറിയപ്പെടുന്നത് ദൃഷ്ടി 10 സ്റ്റാർലൈനർ എന്നുള്ള പേരിലാണ്. അപ്പോൾ ഈ ദൃഷ്ടി 10 സ്റ്റാർലൈനർ എന്ന് പറയുന്നത് സെയിം ഹെർമീസ് 900 ഡ്രോൺ തന്നെയാണ്. ഇന്ത്യയിൽ വെച്ച് നിർമ്മിക്കപ്പെടുന്ന ഈ ഹെർമീസ് 900 ഡ്രോൺ അറിയപ്പെടുന്നത് ദൃഷ്ടി 10 സ്റ്റാർലൈനർ എന്നുള്ള പേരിലാണെന്ന് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഇൻഷുറൻസ് ഷുവർട്ടി ബോൺസ് ആണ്. സോ ഇൻഷുറൻസ് ഷുവർട്ടി ബോൺസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 15 ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇൻഷുറൻസ് ഷുവർട്ടി ബോണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇതൊരു 3 പാർട്ടി എഗ്രിമെൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. അതായത് ഒരു ഗവൺമെൻറ് കോൺട്രാക്റ്റ് ബിഡ് ചെയ്ത് ടേക്ക് ഓവർ ചെയ്യുന്ന ഒരു കമ്പനി, ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒക്കെ കയ്യിൽ നിന്ന് ഒരു പ്രൊജക്റ്റ് എടുക്കുന്ന ഒരു കമ്പനി, ആ കമ്പനി ആ പ്രൊജക്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കും എന്നുള്ളതിനുള്ള ഒരു ഫിനാൻഷ്യൽ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ആണ് ഇൻഷുറൻസ് ഷുവർട്ടി ഗ്യാരണ്ടി എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ ഇൻഷുറൻസ് കമ്പനിയാണ് ഒരു ഷുവർട്ടി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന പെർട്ടിക്കുലർ കമ്പനി അവർ ഏറ്റെടുത്തിട്ടുള്ള കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് ഈ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നുണ്ട്. പണ്ട് കാലത്തൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബാങ്ക് ഗ്യാരണ്ടീസിന് സിമിലർ ആണ് ഇതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ അപ്പോൾ ഇത് ഒരു ഫിനാൻഷ്യൽ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദാറ്റ് ദി കോൺട്രാക്ടർ വിൽ ഫുൾഫിൽ ഇറ്റ്സ് ഒബ്ലിഗേഷൻ ആസ് പെർ ദി എഗ്രീഡ് ടേംസ് എന്നാണ് ഇതിനോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു യൂണിക് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണെന്ന് മനസ്സിലാക്കുക. കാരണം ഇതിനകത്തൊരു 3 പാർട്ടികൾ ഇൻവോൾവ് ആണ് എന്നുള്ളതുകൊണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഈ പറയുന്ന വാർത്തക്കകത്ത് പറയുന്നത് ഇൻഷുറൻസ് ഷുവർട്ടി ബോണ്ടുകളെ കുറിച്ച് പറയുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയെക്കുറിച്ചും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. 1988 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് 1988 അനുസരിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള ബോഡിയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് പ്രൊജക്റ്റ് നടപ്പിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ ഡെവലപ്മെന്റ് പ്രൊജക്റ്റ് ആണിത്. അതൊരു ഫേസ്ഡ് മാനറിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൂടാതെ മറ്റുള്ള മൈനർ പ്രൊജക്റ്റുകളും ഇവർ ടേക്ക് ഓവർ ചെയ്യാറുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ജോലി ഇതാണെന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള നാഷണൽ ഹൈവേ നെറ്റ്വർക്കിൽ ഏകദേശം 50,000 കിലോമീറ്ററോളം വരുന്ന നാഷണൽ ഹൈവേനെ മാനേജ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയും ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിൻ്റെ കീഴിലുള്ള ഒരു നോഡൽ ഏജൻസി കൂടിയാണിതെന്ന് മനസ്സിലാക്കി. അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഡൽഹിയിലാണ്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് ആണ്. അപ്പോൾ ഈ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 8 ഒരു 27 ആഴ്ചയായിട്ടുള്ള പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം സുപ്രീം കോടതി പറഞ്ഞതായിട്ടുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ടിനെ കുറിച്ച് അല്ലെങ്കിൽ MTP ആക്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ 1960 വരെ ശരിക്കും ഈ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ അബോർഷൻ എന്ന് പറയുന്നത് ഇല്ലീഗലായിരുന്നു. അതായത് അബോർഷൻ നടത്തി കഴിഞ്ഞാൽ അത് 3 വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റകൃത്യമാണെന്നാണ് ഇന്ത്യൻ പീനൽ കോഡിനകത്ത് സെക്ഷൻ 312 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ 1960 ഈ പറയുന്ന ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അബോർഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടർ ശാന്തിലാൽ കമ്മിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശാന്തിലാൽ ഷാ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയെ ഗവൺമെൻറ് അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ശാന്തിലാൽ ഷാ കമ്മിറ്റി റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിലാണ് 1971 ഇന്ത്യൻ പാർലമെൻറ്റ് ഈ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് എന്ന് പറയുന്ന നിയമം പാസ്സാക്കുന്നത്. അപ്പോൾ ഇത് 72 തൊട്ടാണ് ഈ നിയമം നടപ്പിലാക്കി തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന നിയമം അനുസരിച്ച് ഈ നിയമത്തിനകത്ത് പിന്നീട് ഒരുപാട് അമെൻമെൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള അവസ്ഥ അനുസരിച്ച് ഈ നിയമം അനുസരിച്ച് ഇന്ത്യയിൽ ഈ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ അബോർഷൻ എന്ന് പറയുന്നത് 2 സ്റ്റേജസിലാണ് അലൗഡ് ആയിട്ടുള്ളത്. ഒന്ന് 20 ആഴ്ചയിൽ താഴെയുള്ള, ഇപ്പോൾ ഫീറ്റസിൻ്റെ പ്രായം 20 ആഴ്ചയിൽ താഴെയാണെങ്കിൽ ഒരു ഡോക്ടറുടെ ഒപ്പീനിയൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അബോർഷൻ നടത്താൻ പറ്റും. പക്ഷേ 20 ആഴ്ച തൊട്ട് 24 ആഴ്ച വരെയാണ് ഈ ഫീറ്റസിൻ്റെ ഏജ് എങ്കിൽ അല്ലെങ്കിൽ ഈ പ്രഗ്നൻസിയുടെ പീരീഡ് എങ്കിൽ 2 ഡോക്ടേഴ്സിൻ്റെ ഒപ്പീനിയൻ അവിടെ ആവശ്യമാണ്. അതുകൂടാതെ
ഈ പറയുന്ന 20 ആഴ്ചയിൽ കൂടുതലായിട്ടുള്ള പ്രഗ്നൻസിയുടെ കേസിലാണെങ്കിൽ അത് ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ ഒരു സ്റ്റേറ്റ് ലെവൽ മെഡിക്കൽ ബോർഡിൻ്റെ പെർമിഷനും കൂടി ആവശ്യമാണ്. അപ്പോൾ ആ സ്റ്റേറ്റ് ലെവൽ മെഡിക്കൽ ബോർഡിൻ്റെ മുന്നിൽ ഇത്തരത്തിലുള്ള ആവശ്യമായിട്ട് ആളുകൾ വന്നു കഴിഞ്ഞാൽ 3 ദിവസത്തിനകത്ത് അവർ ഇതിനകത്ത് തീരുമാനമെടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ വളരെ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഫീറ്റൽ അബ്നോർമാലിറ്റീസ്, അതായത് ഈ പറയുന്ന ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു അപ്പർ ജസ്റ്റേഷൻ പീരീഡ് പറഞ്ഞിട്ടില്ല. അതായത് ആ ഒരു പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഒരു അപ്പർ ലിമിറ്റ് പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി പറയുന്ന മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ടിൻ്റെ മറ്റ് ചില അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യുന്ന സ്ത്രീകളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല എന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. അതൊരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തേണ്ടത് ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യമായിട്ട് ആണെങ്കിൽ മാത്രമേ അത് വെളിപ്പെടുത്താവൂ, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അൺമാരീഡ് ആയിട്ടുള്ള വുമൻസിന് ഈ പറയുന്ന അബോർഷൻ ആക്സസ് ചെയ്യാനുള്ള പ്രൊവിഷൻസ്, ഈ സ്പൗസൽ കൺസെൻറ്റ് ഇല്ലാതെ ഈ പറയുന്ന പ്രഗ്നൻസി അബോർട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഈ നിയമത്തിനകത്തുണ്ട്. അതുപോലെ തന്നെ ഒരു മൈനർ വുമൻ്റെ കേസിലാണെങ്കിൽ ഈ ഗാർഡിയൻ്റെ കൺസെൻറ്റ് ആവശ്യമാണെന്നും ഈ നിയമത്തിൽ പറയുന്നുണ്ട്. ഈ MTP ആക്ട് ഇന്ത്യയിൽ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. എസ്പെഷ്യലി ഈ പറയുന്ന വനിതാ സംഘടനകളുടെയൊക്കെ ഭാഗത്തുനിന്ന്, വുമൺ റൈറ്റ്സ് ഓർഗനൈസേഷൻ്റെ ഒക്കെ ഭാഗത്തുനിന്ന് ഒരുപാട് ക്രിറ്റിസിസം നേരിടുന്ന ഒരു നിയമമാണ്. അപ്പോൾ ഈ നിയമത്തിനെതിരായിട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്രിറ്റിസിസംസിൽ ഒന്നെന്ന് പറയുന്നത് ഈ നിയമത്തിൻ്റെ പരിധിയിൽ അല്ലെങ്കിൽ ഈ നിയമം നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന സ്ത്രീകളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിൻ്റെ മെൻ്റൽ ഹെൽത്ത് ഈ നിയമം കൺസിഡർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള കൺസിഡറേഷൻ കൊടുക്കുന്നില്ല എന്നുള്ളൊരു ക്രിറ്റിസിസം ഉണ്ട്. അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ ശരീരത്തെക്കുറിച്ച് ആ സ്ത്രീക്ക് എടുക്കാൻ പറ്റുന്ന ഡിസിഷൻസിൻ്റെ മുകളിൽ കൃത്യമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഈ നിയമം ഇമ്പോസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് 20 ആഴ്ചയിൽ കൂടുതൽ കഴിഞ്ഞിട്ടുള്ള പ്രഗ്നൻസി ആണെങ്കിൽ ആ സ്ത്രീക്ക് അതിൻ്റെ മുകളിൽ എടുക്കാൻ പറ്റുന്ന തീരുമാനത്തിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ സ്റ്റേറ്റ് ബോർഡിൻ്റെ ഒക്കെ പെർമിഷനോട് കൂടി മാത്രമേ ഈ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഈ സ്ത്രീകളുടെ അവകാശത്തിൻ്റെ പുറത്ത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുന്ന ഒരു നിയമമാണ് എന്നുള്ളൊരു ആക്ഷേപം കൂടി നിയമമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.